ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ലൈറ്റ് കട്ടൻ ചായ അങ്ങ് തുടങ്ങിയാലോ. കട്ടൻ ചായയൊക്കെ കുറിച്ച് കുറച്ച് നേരം അങ്ങനെ സൊറ പറഞ്ഞൊക്കെ ഇരുന്ന് അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി നേരത്തെ റെഡി ആവുന്നത്. അങ്ങനെ നമ്മുടെ ടെഡി ബെയറിനൊക്കെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം അങ്ങനെ ഊഞ്ഞാലിരുന്ന് ആടി, കാരണം എല്ലാവരും റെഡി ആവുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിൽ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട് കേട്ടോ, എന്താണെന്നല്ലേ, എന്താണ് നാട്ടിൽ പോയ പരിപാടിയെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോവുക, അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ മെയിൻ ഒരു പരിപാടി എന്താണെന്നല്ലേ, ഫുഡ്. പിന്നെ ഏത് വീട്ടിൽ ചെന്നാലും സായിട്ടൻ ആദ്യം കണ്ടത് അവിടുത്തെ ആൽബമാണ് കേട്ടോ. പിന്നെ ഈ ആൽബത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അവനും അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ സൗന്ദര്യം അവൻ അവോളം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഇരിക്കുന്ന എൻ്റെ നാത്തോനില്ലേ, നാത്തോനും അങ്ങനെ ഈ ഇരിക്കുന്ന എല്ലാവരും ഈ ഒരു ആൽബത്തിലുണ്ട്. ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആൽബമാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കോമഡി പടം കണ്ട ഫീലായിരുന്നു കേട്ടോ. ഈ ഇരിക്കുന്ന എല്ലാവരുടെയും കോലമൊക്കെ ഈ ഒരു ആൽബത്തിൽ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ചിരി അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ആൽബം മാത്രമല്ല കേട്ടോ, എൻ്റെ പഴയ ആൽബങ്ങൾ കാണുമ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരാറുണ്ട്. ദൈവമേ, ഈ നമ്മളാണല്ലോ ഈ ഇരിക്കുന്നതെന്ന്. എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ബിസിയാണ്. കേതെന്താ ചേട്ടൻ്റെ കൂടെ ഭയങ്കര കളിയാണ്, അവരവരുടേതായ ലോകത്ത്. ഞങ്ങൾ ഇവിടുത്തെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ വേറൊരു ടീമും വെളിയിൽ കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ചിരിക്കുകയാണ്. കേതിൻ്റെ ഒക്കെ കളി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് കേട്ടോ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കുഞ്ഞു മനസ്സിൽ അത് പുറത്തേക്ക് വന്നത്. എല്ലാവർക്കും കള്ളനും പോലീസും കളിക്കണം. പിന്നെ ആരും പുറകോട്ട് നിന്നില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പേപ്പറും പേനയൊക്കെ എടുത്ത് എല്ലാവരും അവരുടേതായ തിരക്കിലാണ്. ചിലവർ കുറി എഴുതിയിടുന്നു, ചിലവരാണെങ്കിൽ ആ പേനയും പെൻസിലൊക്കെ എടുത്ത് പേരൊക്കെ എഴുതി വരച്ചു വെക്കുന്നു. അങ്ങനത്തെ നമ്മൾ പെട്ടെന്ന് തന്നെ കളി ആരംഭിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മ കളിക്കില്ലെന്നാണ് വിചാരിച്ചു, പക്ഷെ അമ്മ പറഞ്ഞു എൻ്റെ പേര് എഴുതിക്കോ, ഞാനെന്തിനാ പുറകോട്ടിരിക്കുന്നത്. അങ്ങനത്തെ എല്ലാവരും കൂടെ നമ്മൾ കളി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കളി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആദ്യം കള്ളനായത് ഞാനായിരുന്നു കേട്ടോ. പോലീസ് ഇതായിരിക്കുന്നു, പോലീസ് എന്നെ പിടിക്കുകയും ചെയ്ത്. അങ്ങനെ ആദ്യത്തെ മുട്ട എനിക്ക് തന്നെ കിട്ടി കേട്ടോ. എനിക്ക് പിന്നെ ഇത് പണ്ടേ ശീലമാണ്, എപ്പോഴൊക്കെ കളിച്ചാലും എനിക്ക് എപ്പോഴും കള്ളനാണ് കേട്ടോ കിട്ടാറുള്ളത്. കള്ളിയാണോ? അല്ല, അച്ചാമ്മയാണ് ഞങ്ങളെക്കാളെല്ലാം കൂടുതൽ ഈ ഒരു കളി എൻജോയ് ചെയ്തത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കളിയെല്ലാം കളിച്ചപ്പോഴത്തേക്കും നമ്മളെല്ലാവരും നമ്മുടെ ഒരു കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയൊരു ഫീലായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ആദ്യം മുട്ട കിട്ടിയെങ്കിലും ഞാൻ തന്നെയാണ് കേട്ടോ ഈ ഒരു കളിയിൽ വിൻ ചെയ്തത്. എന്താണെങ്കിലും അതിനുശേഷം നമ്മൾ നേരെ ഡിന്നർ കഴിക്കാനിരുന്നു. ഇന്ന് സ്പെഷ്യൽ അച്ചാമ്മയുടെ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റും ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നാൽ എന്താണ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഇതൊക്കെ തന്നെ കേട്ടോ പ്ലാൻ. ഇതുപോലത്തെ അടിപൊളി ചിക്കനും ബീഫും അതിനൊക്കെ തന്നെ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ കൂട്ടിയതാ ഇങ്ങനെ എല്ലാവരെയും കൂടി ഇരുന്നൊരു പിടിപിടിക്കുക, ഇതൊക്കെ തന്നെ പ്ലാൻ. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവർക്കും ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പം അത്രയുള്ള ഗൈസ്, എല്ലാവർക്കും ബൈ.